എൻ്റെ ജീവിതത്തിൽ ലക്ഷങ്ങളുടെ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ഭുതം നടന്ന വചനമാണ്. 33 ദിവസം ഞാൻ ഈ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കട്ടെ. സങ്കീർത്തനം 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനിടം അവിടുത്തെ കരവേലയെ വിളംബരം. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കുവാനില്ല. എന്നിട്ടും അങ്ങയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു, മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാക്കുന്നു. അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. കർത്താവിൻ്റെ നാമം അഭികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വസ്തമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻ കട്ടയേക്കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പകലിനു വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ വ്യാപരിക്കട്ടെ. വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ദൈവമഹത്വം ലഭിക്കും. നീ ചോദിക്കുന്നത് എന്തും തരും. വിശ്വാസത്തോട് ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് അങ്ങ് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്. ആ വചനത്തെ ദൈവത്തിൻ്റെ വാക്കാണ്, നിനക്ക് നൽകുന്ന ഉറപ്പാണ് ദൈവവചനം. ആ വചനത്തിൽ ആഴപ്പെട്ട് ഉറച്ച് വിശ്വസിക്കുക. നീയും എനിക്ക് ലഭിച്ചതുപോലെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും. ഈ മെയ് മാസം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്.